പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലാണ് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി GR അനിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പരമാവധി കുടുംബങ്ങൾ എത്തിക്കാൻ ആദിവാസി ഉന്നതികളിൽ കഴിയുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ എത്തണമെങ്കിൽ 8 മുതൽ 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ടി വരും. അത്തരം കുടുംബങ്ങൾ പലപ്പോഴും ഭാരിച്ച യാത്രാ ചിലവ് കണക്കിലെടുത്ത് അവരുടെ അലോട്ട്മെന്റ് തന്നെ ഉപേക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 148 ഭൂമികളിൽ സങ്കേതങ്ങളിൽ ഉന്നതികളിൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ചിലവിൽ ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾ, വന്നു വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ അത്തരം വിവരം സിവിൽ സപ്ലൈസ് വകുപ്പിലെ ആർഐമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന നിലപാട്. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മതസംഘടനകൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ അത്തരം അന്തേവാസികൾക്ക് പൂർണ്ണമായും ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഭക്ഷ്യമന്ത്രിമാരിൽ ഏറ്റവും മിടുക്കനായി മാറിയ പ്രിയപ്പെട്ട GR അനിൽ, അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് അപേക്ഷിച്ച ഉടൻ തന്നെ റേഷൻ കാർഡ് എടുക്കാൻ പറ്റിയ പാടാണ്. ഇന്നലെ കത്ത് വേണം, അവിടെ കയറണം, ഇവിടെ കയറണം, 50 കടലാസ് പൂരിപ്പിക്കണം, വാടക താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ കടലാസ് വേണം. ഇങ്ങനെ തർക്കമൊന്നുമില്ലാതെ ഉറപ്പ് വരുത്തി വരുമ്പോഴത്തേക്ക് ഒരു 10-15 കടലാസ് കൊടുത്താലേ റേഷൻ കാർഡ് കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ റേഷൻ കാർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് റേഷൻ കാർഡ്. ആ റേഷൻ കാർഡ് വളരെ വേഗത്തിൽ ലഭിക്കാൻ, അത് സുഖമില്ലാത്ത ആളുകളെ വീട്ടിൽ റേഷൻ വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സഹകരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായ കാര്യമാണ്. ഈ 5 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നമ്മുടെ ലാഭം ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഷാനവാസ്, ശുഭകുമാരി, ഷേർലി ഗോപിനാഥ, മഞ്ജു BM, പഞ്ചായത്ത് അംഗം അനസ് പടിഞ്ഞാറ്റേതിൽ, കേരള കോൺഗ്രസ് J ജില്ലാ പ്രസിഡന്റ് ഡെന്നി വർഗീസ്, പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ K, റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ സ്മിത ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.